നീയോ? കുറേ അല്ലോടെ കണ്ടിട്ട്. എന്തു പറ്റി? നീ അകത്തേക്ക് വാ. നിനക്ക് എന്താ പറ്റിയേ? കുറച്ചായിട്ട് ഇങ്ങനെയാണല്ലോ. ക്ലാസ്സിലും റെഗുലറല്ല, കണ്ടാലും മിണ്ടില്ല. എന്താ പ്രശ്നം? എടാ, എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ അവിടെ. മൊത്തത്തിൽ മതിയായി. ഞാൻ നിന്നോട് പറയാറില്ലേ, എനിക്കവിടെ തീരെ പിടിക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. എൻ്റെ പൊന്നു മോനെ, നമ്മളിതിനെപ്പറ്റി എത്ര സംസാരിച്ചാ? ഇതുവരെ നിൻ്റെ പ്രശ്നം മാറിയില്ലേ? എടാ, ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാട്ടോ തോന്നുന്നുണ്ടോ? എന്നെ കൊണ്ട് പറ്റണ്ടേ? നിനക്കെന്തത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത? എടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നും പറഞ്ഞ് 2 കൊല്ലം വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് പോലും വാങ്ങാണ്ട് നീ എന്ത് കാട്ടാനാ? ഒന്നുമില്ലെങ്കിൽ ഇത്ര ഫീസൊക്കെ അടച്ചല്ലേ? നീ എന്താ അതാലോചിക്കാത്തേ? എടാ, ആലോചിക്കാഞ്ഞിട്ടല്ല. ഇവിടെ ഒറ്റയ്ക്ക് കൂടി ഞാൻ മടുത്തു. ഇവിടെ എന്നെ പിടിച്ചിരുത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഈ പറയുന്ന ഒറ്റപ്പെടലും പ്രശ്നവും എനിക്കും ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടില്ലേ? എങ്ങനെയെങ്കിലും ഒരു 3 കൊല്ലം അവിടെ പിടിച്ച് നിന്ന് ഇവിടുന്ന് രക്ഷപ്പെടാലോ എന്ന് ആലോചിക്ക്. എന്ത് രക്ഷപ്പെടൽ? എല്ലായിടത്തും കണക്കിനിരിക്കും. ജിതിനെ, സത്യം പറയാലോ, നിനക്കൊക്കെ നല്ല സ്കില്ലുണ്ട്. നിന്നെപ്പോലെ വൃത്തിക്ക് കോഡിങ് ചെയ്യണ വേറെ ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളേ? ആ നീയാണ് ഡിപ്രഷനും കോപ്പെന്ന് പറഞ്ഞ് നടക്കണേ. നീ ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കണ്ടോ? നാളെ തൊട്ട് വരെയൊക്കെ ക്ലാസ്സിൽ കയറിക്കോളണം. ആടാ, മനസ്സിലായി. സത്യം പറയാലോ, നിന്നോട് ഇങ്ങനെ ഒരു സങ്കടമൊക്കെ പറയുമ്പോഴാണ് ഞാനൊന്നും ഓണാവുന്നത്. വേറെ ആരോടെങ്കിലും ഇതൊക്കെ പറഞ്ഞാലേ പറഞ്ഞു തീരുന്നതിന് മുന്നേ എനിക്ക് ഭ്രാന്താന്ന് പറയും. അല്ലടാ, പുതിയ വാച്ചൊക്കെ മേടിച്ചാ? പുതിയൊന്നല്ലടാ, അന്നേ ഒരു ദിവസം ബാഗ് പോയി കിട്ടിയതാ. എന്തായാലും കൊള്ളാം. അല്ലടാ, അമ്മ വിളിക്കാറില്ലേ? അമ്മയെന്ന് വിളിക്കാറൊക്കെ ഉണ്ടാ. അമ്മേനെ വിളിച്ചിട്ട് ഞാൻ ഈ സങ്കടമൊക്കെ തന്നെ പറയും. ഡെയിലി കേട്ട് അമ്മയ്ക്ക് വരെ ബോറടിച്ച്. അത് ശരി, അപ്പം അമ്മയെ വിളിച്ചതൊക്കെ തന്നെ പണി. കൊള്ളാം. നീ പുതിയ പടത്തിനൊന്നും പോയില്ലേ? പട്ടത്തിനൊന്നും പോയില്ലടാ. ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. വന്നപ്പോൾ ഒരു വയറിന് എന്തോ ഒരുമാതിരി. പെട്ടെന്ന് പോയിട്ട്. ആടാ, നീ വന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോവാം. പോയിട്ട് പെട്ടെന്ന് വരാം. ഞാനാണാവോ? നീയോ? എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ? എന്താടാ, എനിക്കിങ്ങോട്ട് വന്നൂടെ? അല്ല, കോളൊന്നും ചെയ്യേണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേന്ന് ഉദ്ദേശിച്ചേ. ഒന്നുമില്ല, നിന്നെ കാണാൻ തോന്നി വന്നു. അല്ല, ക്ലാസ്സിലേക്കൊന്നും കാണാറില്ലല്ലോ. ഫുൾ ബിസിയാണോ? ബിസി ഒന്നുമല്ലടാ, ക്ലാസ്സിൽ കയറാനൊന്നും ഒരു മൂഡില്ല. പിന്നെ കയറിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അല്ല, എക്സാം എഴുതാൻ അറ്റൻഡൻസ് വേണമല്ലോ, അതിനും കയറിക്കൂടെ? നീ എക്സാം അത് എന്നൊക്കെ പറഞ്ഞ മൂഡുകളല്ലേ? നീ എന്തേലും കാണിക്കേ, ഞാൻ ഒന്നും പറയാൻ വേണ്ടൊന്നുമില്ല. അല്ല, തലയ്ക്കെന്തു പറ്റി? ഒരു ബാൻഡേജൊക്കെ. ഓ, അത് ഇന്നലെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഒരുത്തനോട്ട് ചെറിയ കച്ചറയുണ്ടായി. കയ്യിൽ നിന്ന് പോയപ്പോൾ ഞാൻ കയറി തല്ലി, അവൻ എന്നെയും. അങ്ങനെ പറ്റിയതാ. എന്തുവാടോ ഇതൊക്കെ? ക്ലാസ്സിലും കയറാണ്ട് വല്ലാണ്ട് തല്ലും ഉണ്ടാക്കി. നിനക്ക് എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? ആ സപ്ലി ഒന്ന് എഴുതിയിരുത്തൂടെ? ഫൈനൽ ഇയർ ആയില്ലേ? ഒന്ന് നിർത്തുമോ? ഞാൻ നിൻ്റെ ഉപദേശം കേൾക്കാമല്ലോ ഇങ്ങോട്ട് വന്ന്. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നേ? പിന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കല്ലേ? അത് വിട്, നീ വാ, നമുക്ക് ബാറിൽ പോയി രണ്ടടിച്ചിട്ട് ഓണാവാം. ഞാനില്ല ബാറിലേക്ക്. അതെന്തേ? നിനക്കറിയാലോ, ഞങ്ങൾക്ക് നിർത്തി. പഴയ പോലെ അലമ്പൊന്നുമില്ല. പിന്നെ ഞങ്ങളതേ പുറത്തു പോകാൻ നിൽക്കുക. ഞങ്ങളോ? ഏത് ഞങ്ങൾ? ഇവിടെ വേറെ ആരാ ഉള്ളത്? ഇവിടെ ജിതിനുണ്ട്. ജിതിനോ? ഇവൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. നീ എന്തിനാണ് ഇപ്പോഴും ഇവൻ്റെയൊക്കെ വാരി തൂങ്ങി കിടക്കുന്നത്? എടാ, അവനൊരു പാവല്ലേ, നിനക്കറിയാലോ. അവൻ ആകെ വരണത് ഇവിടെയാ. പാവം കോപ്പ്. നീ എന്നാലും എന്ത് കണ്ടേ ഇവനോടൊക്കെ കമ്പനി വെക്കുന്നത്? എന്ത് വർത്തമാനമാടാ? അവന് നീ എനിക്ക് ഒരുപോലെയാ. ഒരുപോലെ ഓരോരോ. നീ എന്തിനാ ഇവനൊക്കെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുന്നത്? എവിടെ അവൻ? ഇപ്പം തന്നെ ഇറങ്ങി പോകാൻ പറ. അതെ, ഈ വീടിൻ്റെ റെൻ്റ് കൊടുക്കണം ഞാനാ. ഇവിടെ ആരെ സൽക്കരിക്കണമെന്നും ആരെ കയറ്റണമെന്നും തീരുമാനിക്കണം ഞാനാ. കേട്ടല്ലോ? നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ നെഗറ്റീവുകളുടെ കൂടെയുള്ള കൂട്ടൊഴിവായിക്കോ.
നീ എൻ്റെ വീട്ടിൽ കയറുന്ന എന്നോട് ചൂടാകാൻ നിൽക്കണ്ട. നെഗറ്റീവോളി വേണോ പോസിറ്റീവോളി വേണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ബാറിലോ പബ്ബിലോ എങ്ങനെ വെച്ചാൽ പോകാൻ നോക്ക്. നീ ഇവിടെ നിന്നൊന്നും ഒഴിവായിത്താ. ദേഹത്തൊക്കെ കൈവച്ചുണ്ടല്ലോ. ഡാ, നീ ഇനി ഇവിടെ കിടന്ന് ഷോർക്ക് എൻ്റെ സ്വഭാവം മാറും. അയ്യോ, ഷോ കാണിച്ചാൽ നീ എന്ത് ചെയ്യും? അങ്ങ് ഉണ്ടാക്കി കളയുമോ? ഡാ, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നീ ഇപ്പം പൊക്കോ, അല്ലെങ്കിൽ നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പോവില്ല. അയ്യോ, നീ എന്ത് ചെയ്യോടാ? ഡാ, 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 ഡാ ദേവാ, ഡാ, ദേവാ, ഡാ, ഡാ, ഡാ കളിക്കല്ലേ. എടാ ദേവാ, എന്താ ശബ്ദം കേട്ട്? അഭിനേടാ, ദേവല്ലേ ഇത്? ഡാ ഡാ, എടാ ഇവൻ എന്ത് പറ്റി? ഇവൻ അനങ്ങളില്ലല്ലോ. ഇവൻ എന്താ ചെയ്തേ? അത് ഏ ഞാൻ അറിഞ്ഞോണ്ട് വേണമെന്ന് ചെയ്തല്ല. അഭിനെ, ഇത് പ്രശ്നമാവൂടാ. എനിക്ക് പേടിയാവുന്നു. ഞാൻ പോവാ, നീ എന്താ ചാട്ടിക്കോ. പറയുന്നത് കേക്ക്. എന്താണ് വാതിലൂർക്ക് അത്ര താമസം? കുറച്ച് നീ എന്താണ് വേർതിരിക്കണ? അവിടെ കറണ്ട് ഒന്നുമില്ലേ? അല്ലടാ, ഇതെന്താണ്? മാറി മാറി. എന്താ നിനക്ക് പറ്റിയ? വന്നപ്പോ എന്താ വല്ലാണ്ടിരിക്കണേ? അല്ലടാ, എനിക്ക് സുഖമല്ല. എന്താ തലയിലൊരു ബാൻഡേജ് ഒക്കെ ആയിട്ട്? അത് നല്ല ബാറി പോയി ഒരു പയ്യനായിട്ട് അടിയുണ്ടാക്കിയത്. ഓ, അത് ഇന്നലെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി പുറത്തോട്ട് വരെ കച്ചറുണ്ടായി. നിനക്ക് നിന്റെ വല്ല കാരണം ഉണ്ടാവും. അത് വിട്. നിന്റെ കയ്യിൽ പുതിയ വാച്ചൊക്കെ ഉണ്ടല്ലോ. പുതിയതൊന്നുമല്ലടാ, ഇന്നുള്ള സാധനത്തിൽ പോയി ബാഗിൽ നിന്ന് പുതിയൊന്നല്ലടാ,
അന്നേ ഒരു ദിവസം ബാഗ് പോയി കിട്ടി. എന്താ പറ്റിയ വന്നപ്പോൾ തൊട്ട് ഒരുമാതിരി കളി കളിക്കുന്നേ? എടാ ഞാനേ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ശരി, എന്നാൽ പോയിട്ട് വന്നിട്ട് സംസാരിക്കാം.